നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലെ ഒരു ഡോഗിൻ്റെ അഡോപ്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ ഡോഗല്ല, ക്ലിയറാണ് ആ വീഡിയോ. നമ്മൾ കോൺടാക്റ്റ് ചെയ്ത ആൾക്കാർക്ക് വേണം ഒന്നുകൂടി ആ വീഡിയോ കയറി കാണുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടും. നമ്മൾ ആ ഡോഗിനെ കാട്ടിത്തരാം, ബാക്കി ഡീറ്റെയിൽ ഒന്നുകൂടിയും പറയാം. ഇതിന് ആൾ കേട്ടോ, വോക്കി എന്ന് പറഞ്ഞ ആൾ അതേ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവനെ കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡോഗല്ല, വേറൊരു പാർട്ടിയുടെ ഡോഗാണ്. അപ്പോൾ നമുക്കിത് അവരവരിവിടെ ഇല്ല, അവരൊക്കെ വിദേശത്താണ്. അപ്പോൾ നമ്മളവനെ അവിടെ നിന്ന് പോയി കൊണ്ടുവന്ന എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു 5000 രൂപയോളം നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളും കൊടുത്ത് ഒരു 2 ആഴ്ചയോളം ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ. അപ്പോൾ നമുക്ക് ആ പൈസ കിട്ടിയിട്ട് നമ്മൾ അവനെ കൊടുക്കുള്ളൂ. അപ്പോൾ വിശദമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. നമുക്ക് എക്സ്പെൻസ് വന്ന പൈസ നമ്മൾ മേടിച്ചിട്ടേ കൊടുക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഏതോ ഒരു പുള്ളിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊരു ഡോഗിനെ കൊടുക്കും. ഇങ്ങനത്തെ ഒരു ഡോഗിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റഡ് മെയിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മെയിലിനെ മേടിക്കണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ആ ഒരു ഫാമിലി അതിനെ നന്നായി നോക്കുന്ന ഒരു പാർട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരും നല്ലൊരു മനസ്സുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡോഗിനെ ഇപ്പോൾ പാർട്ടിയുടെ വീട്ടിലേക്ക്, ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ടൊന്നും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ പുള്ളി കുറേ പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു കേട്ടോ. നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞിട്ട് നമ്മൾ വേറെ പൈസ ഒന്നും കൂട്ടി മേടിക്കുന്നില്ല, ഡയറക്റ്റ് ഈ പാർട്ടീനെ മുട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതന്നെ നമ്മളിൽ എത്രയധികം ഡോഗുകൾ നമ്മുടെ അടുത്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലറ ബ്രീഡിങ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഡോഗിൻ്റെ ഒരു 5000 രൂപ കിട്ടിയിട്ടൊന്നും നമുക്ക് ഇവിടെ അരി മേടിക്കേണ്ട ആവശ്യമില്ല. അല്ലേ, ഇത്രത്തോളം ഡോഗുകൾ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. കണ്ടവരൊക്കെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഡോഗുകളാണ്. 1-2 ഡോഗുകളല്ല കിടക്കണേ. കണ്ടൊക്കെ ഫുഡ് കഴിച്ച് നല്ല ഉറക്കത്തിലാണ് എല്ലാവരും. പിന്നെ ഇവരൊക്കെ നമ്മുടെ അടുത്തുള്ള ഡോഗുകളാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഫാം കയറി കാണാം, കറക്റ്റായി വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ അടുത്ത് ഡോഗിനെ മേടിച്ചിട്ടുള്ള ആൾക്കാർക്കും ഞാൻ കുറേ പേർക്ക് ഫ്രീ ആയിട്ട് ഡോഗിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഏതോ ഒരു പുള്ളിക്ക് നമ്മുടെ അടുത്ത് ഡോഗിനെ ചെയ്യുന്നതിൻ്റെ ഒരു വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കമൻറ്റൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരിട്ട് നമ്മളോട് പറയാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. നമ്മളെ കോൺടാക്ട് ചെയ്തുള്ള ഏതോ ഒരു വ്യക്തിയാണ്. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ അടുത്ത സ്റ്റഡ് മെയിലാണ്. നമുക്കിപ്പോൾ ആ മെയിലിനോട് നിർത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. നമ്മൾ വേണ്ട, അതൊക്കെ നമ്മുടെ സ്റ്റഡ് മെയിലാണ്. ബാക്കി 3 അവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട് വേറെ മെയിൽ, അതിലൊരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ ഒരു മെയിലുണ്ട്, ചെറിയൊരു മെയിൽ, 13 ഇഞ്ചിനായിട്ടും ചെറിയ മെയിലാണ്. നമ്മൾ ഇവരെ വെറുതെ ഇവിടെ ഇട്ടിട്ട് നമുക്കിപ്പോൾ യാതൊരു വേണ്ട. ആ ബാക്കിലെടുക്കണം, ആ കഴിഞ്ഞിട്ട് വരണം. നോക്കിയാൽ നമ്മുടെ ലൂക്ക ചെറിയ മെയിലാണ്. നമ്മളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ഡോഗുകൾ ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ആ ഡോഗിൻ്റെ 5000 രൂപ കിട്ടിയിട്ട് വേണ്ട വീട്ടിൽ കഞ്ഞി കുടിക്കാനായിട്ട്. ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഇത് ചാനലിൽ കയറി കമൻറ്റ് ചെയ്തൊരു മഹത് വ്യക്തി അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ആ പാർട്ടീനെ ഡയറക്റ്റ് മുട്ടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിതിൽ യാതൊരു പ്രത്യേകിച്ച് വലിയ ഒളിച്ചു കളിയൊന്നും ആവശ്യമില്ല. നമ്മുടെ ഷാഡോനൊക്കെ കാട്ടിത്തരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലിയറായിട്ട് കാര്യം പറഞ്ഞത്. നമുക്ക് വന്ന പൈസ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഡോഗിനെ കൊടുക്കുക. അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളവരെ കോൺടാക്റ്റ് ചെയ്ത് കൊടുക്കാം. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയധികം ഡോഗിനെ വളർത്തണമെങ്കിൽ എന്തോരം എക്സ്പെൻസ് വരും എന്നുള്ളത് ഒരു നല്ല രീതിയിൽ ബ്രീഡിങ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡർക്ക് അറിയാൻ പറ്റും. ഇത് ഒന്നും അറിയാണ്ട് ഫ്രീ ആയിട്ടൊരു ഡോഗിനെ കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നിട്ട് ഡോഗിനെ കൊണ്ടുപോകുന്ന ഒരാളുടെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ആൾ മുന്നേ ഡോഗിനെ വളർത്തിയ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു ഡോഗിനെ കറക്റ്റ് മേടിക്കണമെങ്കിൽ നല്ല റേറ്റ് വരും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാണ്ട് പകരം ക്യാഷ് കൊടുക്കാം. ഒരാളറിയാൻ പോകുന്നില്ല. നമുക്ക് നല്ല റേറ്റ് കൊടുക്കാൻ പറ്റിയ മെയിൽ തന്നെയാണ്. ഒരു ഇഷ്യൂസും സ്കിൻ ഇഷ്യൂസും പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾക്ക് അടിപൊളി മെയിലാണ്. നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലൊരു പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. ആർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയണം. നമുക്കൊരു 5000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ പൈസ നമ്മൾ മേടിച്ചിട്ടാണ് കൊടുക്കുക. നമുക്കൊരു വ്യക്തിക്കും നമുക്ക് വീട്ടിൽ വെറുതെ എത്തിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് വന്ന എക്സ്പെൻസ് നമ്മൾ മേടിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മളേതോ കോൺടാക്ട് ചെയ്തുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അസഭ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ. പക്ഷേ ആ പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡേർഡിനൊത്ത് നമ്മൾ വളർന്നിട്ടില്ല. അത് കാരണം ഞാൻ തിരിച്ചതിനൊരു മറുപടി പറയുന്നില്ല. എന്തായാലും പുള്ളി ഈ മെസ്സേജ് ചെയ്ത പുള്ളിക്ക് പറ്റുമെങ്കിൽ നേരിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വിശദമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾ കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ഡോഗിനെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണാം. നമ്മളൊരു 5000 രൂപ
അതിന് എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ആ എക്സ്പെൻസ് വന്നിട്ടാണ് ഡോഗിനെ കൊടുക്കുള്ളൂ. ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മുതൽ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ഏതാണ്ട് ഇതിൻ്റെ എല്ലും പതിരൊക്കെ ചെയ്യാൻ നടക്കുക. അത് വയസ്സായി ചാവാറായ ഡോഗിനെയൊന്നും അല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണവർക്ക് ഈ നല്ല 1 വയസ്സും 2 മാസം മറ്റോ പ്രായമായിട്ടുള്ള ഡോഗിന് നല്ല ഡോഗാണ്. ഞാൻ ഇതുപോലെ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽസിനൊക്കെയാണ് നമുക്ക് ഫാസ്റ്റ് നമുക്ക് ഗ്രൂപ്പിൽ യൂട്യൂബിലൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. എന്നുണ്ടെങ്കിൽ കുറേ പേര് വേണ്ടത് ഇപ്പോഴും കുറേ ആൾക്കാർ ഇപ്പോഴും എൻ്റെ കോൺടാക്റ്റിലുണ്ട്. വല്ല ഡോഗിനൊക്കെ വല്ല തരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളായിട്ട് നമ്മൾ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഫീമെയിലൊക്കെ ആകുമ്പോൾ ഫാസ്റ്റായിട്ട് പോയി. ഈ ഇടയ്ക്ക് ഒരു സൈബീരിയൻ ഹസ്കിനെ നമ്മൾ കൊടുത്തിരുന്നു, പിന്നെ ഒരു ഫ്രഞ്ച് ബുൾഡോഗിനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഫീമെയിൽസ് ചെയ്യുമ്പോൾ കുറേ പേര് പെട്ടെന്ന് കൊണ്ടുപോകും. മെയിലുകളൊക്കെ ആകുമ്പോൾ ആൾക്കാർ അങ്ങനെ അത്ര ഒത്തിരി മടിക്കും കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇട്ടത്. അപ്പോൾ നല്ലൊരു വീട്ടിലേക്ക് എത്തിപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആൾ പാവാണ്, നല്ല മെയിലാണ്, കുഴപ്പമൊന്നുമില്ല ആൾ. അവർക്ക് ആ ഫാമിലി നല്ല രീതിയിൽ നോക്കിയിരുന്ന അവനാണ്. അപ്പോൾ ആ ഫാമിലി നല്ല രീതിയിൽ നോക്കിയിരുന്നതാണ് അവൻ. അപ്പോൾ ആ ചേച്ചിമ്മ അടുത്ത് പറഞ്ഞിരുന്നു നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാർ കൊടുത്തോളാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ കഴിഞ്ഞടാ. അപ്പോൾ ഫുഡ് ഇടയ്ക്ക് കഴിഞ്ഞോട്ടെ, ക്ലീനാക്കി വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സ്പെൻസ് വന്ന പൈസ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഡോഗിനെ കൊടുക്കുള്ളൂ. ഫ്രീ അഡോപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോഗിൻ്റെ പൈസ 5 പൈസ നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ. അവരെ ഡയറക്റ്റ് മുട്ടിച്ച് തരാം പാർട്ടീനെ. അവരായിട്ട് സംസാരിച്ചു. അവർക്കും പൈസ വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. താല്പര്യമാണെങ്കിൽ ബന്ധപ്പെടുക. അതിന് വേണ്ടി ഇങ്ങനെ വെറുതെ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, അവനവൻ്റെ വില അവനവൻ കളയാണ്ടിരിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളൂ. ഞാനെന്തായാലും ആ പറഞ്ഞ വ്യക്തിയുടെ അത്രയ്ക്ക് തറയായിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ അതിൽ റിപ്ലൈ ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും പുള്ളി നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള മറുപടി ഞാൻ തരാൻ തയ്യാറാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോഗുകളൊക്കെ ഇത്രയും കണ്ടിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ബ്രീഡേഴ്സൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത്രയും ഡോഗിനെയൊക്കെ നോക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിത് ചെയ്യുന്ന കാരണം നമുക്കറിയാം. പിന്നെ നല്ല ബ്രീഡേഴ്സിനൊക്കെ അറിയാം ഇത്രയും ഡോഗിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഒരു ഡോഗിന് 2 ഡോഗും വളർത്തുന്ന പോലെയല്ല. കുറേ ഡോഗുകളുണ്ടാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ടാകും. അതിൻ്റെ ബ്രീഡിങ്ങും അവരെ അസുഖങ്ങളൊക്കെ ഇല്ലാണ്ട് കൊണ്ടു നടക്കണമെങ്കിലൊക്കെ ഇത്തിരി പണി തന്നെയാണ്. ഇപ്പോൾ മഴക്കാലമാണ് പ്രത്യേകിച്ച്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ കയറി വരെ കമൻറ്റ് ചെയ്യുന്നത് നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ കേട്ടാ. അപ്പോൾ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ല മെയിലാണ്, ഇവിടെ നിൽപ്പുണ്ട് ആൾ കേട്ടോ. ഓക്കെ.